ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സത്യം പറഞ്ഞ ഒരു വളരെ സ്പെഷ്യൽ വീഡിയോ ആണ്. സത്യത്തിൽ ഒരു സ്പെഷ്യൽ വീഡിയോ അല്ല, ഒരു സ്പെഷ്യൽ വീഡിയോന്റെ മുന്നോടിയുള്ളൊരു വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, എൻ്റെ 2.5 വയസ്സുള്ള ഋഷിക്കുട്ടൻ, ഞങ്ങൾ അവനെ പ്ലേ സ്കൂളിൽ ചേർത്തു. അപ്പം ക്ലാസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. ഒരു പാരൻസ് കുട്ടീനെ കാണുക, പാരൻസ് മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ മീറ്റിങ്ങിന് വേണ്ടി പോകാൻ പോവുകയാണ്. അപ്പം ഋഷിക്കുട്ടൻ ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയല്ല, ഋഷിക്കുട്ടൻ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം വലുതായി, ചെറുതായിരുന്നു വലുതായി, യെസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെൽക്കം ടു ഓർഡിനറി ഫിലിംസ്. സ്കൂൾ ഋഷിക്കുട്ടാ എവിടെ എത്തി? എവിടെ എത്തി? സ്കൂൾ. ലെറ്റ്സ് ഗോ. കം 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 കം. കം. നീ എടുക്കും. ആ പോണ്. walk. ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ കണ്ടാ മതി. ഋഷി ഇവിടെ അവിടെ അവിടെ പോയിട്ട് വരാം. ബാ, അവിടെ പോയിട്ട് വരാം. ഗൈസ്, ഇന്റർവ്യൂവിന് ഇരുന്നില്ല ഗൈസ്, ആകെ അലമ്പാക്കി. അവിടെ നിന്ന് ഇറങ്ങി പോരാൻ ബഹളം ഉണ്ടാക്കി. അവസാനം എന്തേ കളിക്കാൻ വന്നിരിക്കുന്നു. ഋഷി വാ, പോയിട്ട് വരാം. വാ, പിന്നെ ക്ലാസ്സിൽ ഇരിക്കണ്ട, കളിച്ചാൽ മാത്രം മതി. അവിടെ മാമിനെ കാണണ്ടേ? ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടേ? വേണ്ടേ? വെർ ഈസ് മമ്മ? ഋഷി വെർ ഈസ് മമ്മ? ഡാഡിക്ക് എന്നിട്ട് വരാൻ പറ്റില്ല. വെർ ഈസ് മമ്മ? ടിനോ. വാ, ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടേ? ടീച്ചറെ കാണണ്ടേ? ടീച്ചറെ കാണാൻ കൂട്ടാക്കിയില്ല ഗൈസ്. എടാ, ഇന്റർവ്യൂവിന് വന്നിട്ട് ഇന്റർവ്യൂവിന് ഇരിക്കണ്ടേ? ഓടി ഇറങ്ങാൻ മതിയാ? ഋഷി കം. ഇന്റർവ്യൂവിന് ഇരുന്നിട്ട് വാ, ടീച്ചറെ കണ്ടിട്ട് വരാം. കം. ലെറ്റ്സ് ഗോ ആൻഡ് സീ ദ ടീച്ചർ. ലെറ്റ്സ് ഗോ ടു മമ്മ. നോ, ലെറ്റ്സ് ഗോ ടു മമ്മ. വാ, കം ബേബി. ഋഷി, ലെറ്റ്സ് ഗോ ടു മമ്മ. ഋഷി ഗൈസ്, അവിടെ പോണമെന്നാ പറയുന്നത്. ഇന്റർവ്യൂ വേണ്ട, ഞങ്ങൾക്ക് ഇന്റർവ്യൂ വേണ്ട.
Open the door. Open the door. Rishi. 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 ഇതിലൊച്ചയില്ല, അതിലൊച്ചയുണ്ട്. ആ എടാ, ഇന്റർവ്യൂവിന് വന്നിട്ട് കളിച്ചോണ്ടിരിക്കുവാണോ? വാ, ടീച്ചറെ പോയി കാണാം. വാ വാ ഋഷി. ഋഷി വാ വാ വാ. ഒറ്റയ്ക്ക് പോലെ. Hold my hands. Come, hold my hands. ഗൈസ്, ഇന്റർവ്യൂവിന് വന്നിട്ട് ഇവിടെ ഒരുത്തൻ ഇന്റർവ്യൂവിന് മാത്രം ഇരുന്നില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഓപ്പൺ ദ ഡോർ. ഓപ്പൺ ദ ഡോർ. ഓപ്പൺ ദ ഡോർ. നോ 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 നോ. ഇത് ഓപ്പൺ ദ ഡോർ. ഗുഡ് ബോയ്. Close the door. Good boy. Hey babe. Good boy. അത് Open the door. ഗൈസ്, ഇവിടെ കളിക്കാൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാസുണ്ട്. എടാ ഋഷി, ഋഷി. ഗൈസ്, ഇവിടെ കളിക്കാൻ കുറേ സംഭവങ്ങളുണ്ട്. കാറുണ്ട്, പിന്നെ അതാ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. സ്ലൈഡുകളുണ്ട്. പിന്നെ ആ സൈഡിലേക്ക് വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. കുഴപ്പമില്ല. അത്യാവശ്യം ഓടിക്കളിച്ച് ക്ഷീണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. ഋഷി, യു ലൈക്ക് ഇറ്റ്? യു ലൈക്ക് ദിസ്? ടയറാ? എന്താടാ പരിപാടി ഇവിടെ? എന്താ പരിപാടി? ആൻഡ് 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 പോട്ടെ, അതിന് വിട്ടുകളാ. ആൻറ്റ് പോട്ടെ, ആൻറ്റിന് വിട്ടുകളാ. ഇവിടെ നോക്കി, ഇവിടെ നോക്കി, ഇവിടെ നോക്ക്. ഡാഡി എങ്ങനെ ഇരിക്കണം അതിൻ്റെ അകത്ത്? ഡാഡി സിറ്റെന്ന്. ഋഷി, ഋഷി, can we go to mama? Come. Bye bye. Tomorrow. Bye bye school. We'll come tomorrow. Bye bye. മലയാളം അറിയാൻ പാടില്ലടാ. അമ്മേ, എന്റെ വായിന്ന് വരണ്ടൊക്കെ വന്നു. കൊറേ കാലമല്ലേ മലയാളം പറഞ്ഞിട്ട്. ടീച്ചർ മുടിഞ്ഞ ഇംഗ്ലീഷ്. അവസാനം ABCD ടിങ്കിൾ ടിങ്കിൾ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഒപ്പിച്ച്. അയ്യോ, അവര് മലയാളി അല്ലേ? കോമഡി ആവും എന്തായാലും. ടീച്ചർക്ക് കാര്യമായിട്ട് മലയാളം അല്ല, അത് നമുക്ക് നമ്മളെ പാരന്റ്സ് മീറ്റിംഗ് വരാൻ നേരത്തിന് നീ ഒറ്റയ്ക്ക് പോയാൽ മതി.
നിന്നോട് ഇംഗ്ലീഷ് പറഞ്ഞ് പഠിക്കണ്ടായിരുന്നു. അല്ല ഇവിടെ ഇപ്പൊ മലയാളി പിള്ളേരൊന്നും ഇല്ലാവോ? ടീച്ചർ വന്ന് ഇംഗ്ലീഷ് പറഞ്ഞപ്പോ തന്നെ ഞാൻ അവനെ കൊണ്ട് പുറത്തു ഓടി. കറക്റ്റ് സമയത്ത് അവനെന്നെ രക്ഷിച്ചു. അവൻ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി, ഞാൻ പുറത്തെത്തി. അവൻ കരഞ്ഞു, ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഓടി, അതോടെ ഞാൻ രക്ഷപ്പെട്ടു. ഇവള് കുടുങ്ങി. ഓക്കെ, അപ്പൊ വീട്ടിലേക്ക് പോലെ കഴിഞ്ഞില്ലേ? എന്താ പരിപാടി? ഐസ്ക്രീം. ആ ഓക്കെ, ഐസ്ക്രീം. ഇവനെ പ്രസവിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുപോകുമ്പോഴുള്ള ദിവസം സ്കൂളിൽ ചേർത്തു. ടൈം പോണത് പടപടേ എന്ന് പറഞ്ഞു പോകും സമയം അല്ലേ? ഇപ്പൊ 11-ാം തീയതി ആകുമ്പോ സ്കൂള് പോക്ക് തുടങ്ങും. എത്ര മണിക്കാ? രാവിലെ 9 മണി. ഇനി എഴുന്നേക്കൂടാ, 9 മണിക്ക് സ്കൂളിൽ എത്തണം. അങ്ങനെ എഴുന്നേക്കുവോ? രാത്രി 11:30-12 മണിക്കാണ് ഉറക്കം. രാവിലെ 9 മണിക്ക് നീ രാവിലെ നേരത്തെ എഴുന്നേറ്റ് നീ 9 മണിക്ക് സ്കൂളിൽ എത്തുവോ? Will you go to school? Ishi? Yes. കണ്ടില്ലേ ഋഷി? സ്കൂളില് മാമിനെ കണ്ടില്ലേ? ഹൈഫൈ കൊടുത്തില്ലേ മാമിന്? മാമിന് എന്താ കൊടുത്തേ? ഹൈഫൈ. മാം ചോക്ലേറ്റ് തന്നില്ലേ ഋഷിക്ക്? ചോക്ലേറ്റ് എവിടെ? നമ്മളല്ലല്ലോ മാമാ ചോക്ലേറ്റ് തന്നെ. മാം പറഞ്ഞേ, മാം. ഹായ് മാം. ഗൈസ്, അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഋഷിക്കുട്ടൻ ഉറങ്ങി. നല്ല നല്ല ഡീപ്പ് ഉറക്കത്തിലാണ്. ആശാൻ ടയർഡാണ്. കുറച്ച് അലമ്പുണ്ടാക്കി. സ്കൂൾ ഇഷ്ടമുണ്ട്, സ്കൂളിനോട് ഇഷ്ടക്കേടൊന്നുമില്ല. ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു കളിക്കാൻ. അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടിട്ട് ആള് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും June 11-നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. എന്തായാലും നോക്കട്ടെ, ക്ലാസ് പോയി കഴിഞ്ഞാൽ അറിയാം ബാക്കി എന്താ പരിപാടി എന്നുള്ളത്. എനിവേ, ഞാൻ ആദ്യം പതിയാണ് മൈൻഡ് സെറ്റാക്കി എടുത്തത്. എനിക്ക് ഇത്രയും കുഞ്ഞായ ഒരാള്, 2.5 വയസ്സേ ഉള്ളൂ, എന്തിനാണ് പ്ലേ സ്കൂൾ എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരുന്നു ഞാൻ. ഐശ്വര്യക്കും കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാലും പക്ഷെ അവൻ കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡാണ് കളിക്കാൻ. അവൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ചെറുതായിട്ട് ദേഷ്യമൊക്കെ കാണിച്ചു തുടങ്ങി. പുറത്ത് കളിക്കാൻ വിടാത്തതുകൊണ്ട് ചെറിയ ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല. എന്നാൽ പിന്നെ പ്ലേ സ്കൂൾ നോക്കാമെന്ന് അവസാനം വിചാരിച്ചത് അങ്ങനെ കൊണ്ട് ചേർത്തതാണ്. എനിവേ, അപ്പോൾ ജസ്റ്റ് ഒരു 1-on-1 മീറ്റിംഗ് വേണമെന്ന് അവർ പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ.